സുബ്ഹാനല്ലാഹ്. നിർബന്ധമായിട്ട് 17 തവണ പ്രാർത്ഥിക്കുന്നതും അത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്തിന്റെ വഴിയിലേക്ക്, മുസ്തഖീമായ വഴിയിലേക്ക് നമ്മെ ചേർത്തി, നമ്മളെ ഇസ്ലാമിലായിട്ട് നമ്മളെ ജനിപ്പിച്ചു. ഒരു മുസ്ലിം കുടുംബത്തിലായി നമുക്ക് ജന്മം നൽകി. ഇസ്ലാമിന്റെ വിശ്വാസങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടും നമുക്ക് അല്ലാഹു തആല താല്പര്യം തന്നു. അതിന്റെ വാക്താക്കളായി റബ്ബ് നമ്മെ തെരഞ്ഞെടുത്തു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുസ്ലിമായി തന്നെ മരിക്കണം. മുസ്ലിമീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടണം. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ രണ്ടാമത്തെ ലോകത്തൊരു ഒരു പ്രത്യേകമായ രക്ഷയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ലോകം ആത്മാവിന്റെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്, അർവാഹുകളുടെ ലോകം. ഇനി വേറെ ഇപ്പോൾ നാം ദുനിയാവ് എന്ന് പറയുന്ന ലോകത്താണ്. ഇനിയോ പിന്നെ ബർസഖ് എന്നൊരു ലോകമുണ്ട്. അതിനുശേഷം മക്കളെ മഹ്ശർ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അതിനുശേഷം സ്വർഗം നരകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് അർവാഹികളെ ലോകം പിന്നിട്ടു. ആ ലോകം കഴിഞ്ഞ് ഇപ്പോൾ ദുനിയാവ് എന്ന ലോകത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. ദുനിയാവിൽ അവരെ നമുക്ക് 70 കൊല്ലമാണ്. എന്നാൽ ആധുനിക സയൻസ് പറയുന്നത് എന്താണെന്നറിയുമോ? ഈ മനുഷ്യൻ പടക്കപ്പെടുന്നതിന്റെ മുമ്പ് മനുഷ്യന് വേണ്ടി ഈ ദുനിയാവും ദുനിയാവിലെ സകല കാര്യങ്ങളും റബ്ബ് ഒരുക്കിയത് 2000 കോടി 1500 കോടി വർഷങ്ങളെ കൊണ്ടാണ്. 1500 കോടി വർഷങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ റബ്ബ് സംവിധാനിച്ചത്. അത്രയും കൊല്ലങ്ങളെ കൊണ്ട് സംവിധാനിച്ചത് മനുഷ്യനാ, മനുഷ്യന് വേണ്ടിയാ. എന്നിട്ട് ആ മനുഷ്യൻ ജീവിക്കുന്നതോ 10 or 70 കൊല്ലം മാത്രമാണ്. ഇത് യുക്തിയാണോ? ഇത് ബുദ്ധിയാണോ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ഇതല്ല. യഥാർത്ഥ മനുഷ്യന്റെ ജീവിതവും ലക്ഷ്യവും ഈ ദുനിയാവിലെ ജീവിതമാണെങ്കിൽ 1500 കോടി കൊല്ലം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച അതിന് കാരണക്കാരനായ മനുഷ്യന് കേവലം 70 വയസ്സോ 70 കൊല്ലമോ അത് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതുതന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ദുനിയാവിലെ ജീവിതം നമ്മുടെ ഒരു ലക്ഷ്യമല്ല. മറിച്ച് മക്കളെ, നമുക്കൊരു ജീവിതമുണ്ട്, അനന്തമായൊരു ജീവിതം, കാലാകാലത്തേക്കുള്ള ജീവിതം, ഒരിക്കലും തീരാത്തൊരു ജീവിതം. ആ ജീവിതം അതേ ആഖിറം എന്ന് പറയുന്ന ജീവിതം. ആഖിറത്തിലെ ദിവസത്തെ കുറിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ഉദാഹരണം കേൾക്കുമോ? ഈ ദുനിയാവിലെ ജീവിതവും ആഖിറത്തിന്റെ ജീവിതവും ഒന്ന് താരതമ്യ പഠനം നടത്തിയാൽ നിങ്ങൾക്ക് കേൾക്കുമോ? മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്നു, ഓ മനുഷ്യാ, ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഗ്രാമം, ഈ കൊച്ചു ഗ്രാമം, ഈ ഗ്രാമത്തിൽ നിറയെ കടുകുമണിയാണെന്ന് സങ്കൽപ്പിക്കുക. ഒരു പഴുതുമില്ലാത്ത കടുകുമണിയാണ്. ആ കടുകുമണിയിൽ നിന്ന് ഒരു പക്ഷി ഒരു കൊല്ലം കൂടുമ്പോൾ ഒരു കടുകുമണി തിന്നുന്നു. അങ്ങനെ ആ ഒരു കടുകുമണിയെടുത്ത് തിന്ന് ഓരോ കൊല്ലത്തിലും ഒരു കടുകുമണിയാണ്. എന്നാൽ എത്ര കൊല്ലം കൊണ്ടായിരിക്കും ആ കടുകുമണി തീരുക? ഗസാലി ഇമാം പറയുന്നത് ഒരു ഗ്രാമമല്ല, ഒരു പഞ്ചായത്തല്ല,
ഒരു ജില്ലയല്ല. ആകാശത്തിന്റെ ചുവടെ ഭൂമിയിൽ നിറയെ കടുകുമണി എന്ന് സങ്കൽപ്പിക്കുക. ഓരോ വർഷവും ഒരു കടുകുമണി വീതം ആ പക്ഷി തിന്നുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ ഈ ദുനിയാവി നിറയെയുള്ള കടുകുമണി മുഴുവനും തിന്നു തീർന്നാലും ആഖിറം അവസാനിക്കുകയില്ല. എങ്കിൽ എത്ര കാലമാണ് മോനെ ഈ ആഖിറം എന്ന് പറയുന്നത്? അതാണ് അനന്തമായ ലോകം. സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം. ഈ ആഖിറമാകുന്ന വീട്, ഈ ആഖിറത്തിന്റെയും ഈ ദുനിയാവിന്റെയും ഇടയ്ക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ പേരാണ് മോനെ ബർസഖ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. പുനർജന്മത്തിന്റെ നാള് വരെ എല്ലാ മനുഷ്യരെയും ജിന്നുകളെയും മലക്കുകളെയും ജീവികളെയും സർവജീവജാലങ്ങളെയും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനാണ് യൗമുൻ നുശൂർ എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് ആഖിറം തുടങ്ങുന്നത്. അതുവരേക്കുമുള്ളൊരു ജീവിതം. ഈ ജീവിതത്തിന്റെ പേരാണ് ബർസഖിയായ ജീവിതം. അതെ, മരിക്കലോടുകൂടി ദുനിയാവിലെ ജീവിതം അവസാനിച്ചു. ഇനി ആഖിറം തുടങ്ങുന്നതോ അത് ഉയർത്തെഴുന്നേൽപ്പോട് കൂടെയാണ്. അത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള ജീവിതമാണ് ബർസഖ് എന്ന് പറയുന്നത്. അത് ഖബറിൽ ഖബറടക്കിയാലും ഖബറടക്കിയിട്ടില്ലെങ്കിലും ഒരു മൃതശരീരം കത്തിക്കരിച്ച് വെണ്ണീരാക്കി നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടൊഴുക്കിയാലും ഏതെങ്കിലും മൃഗങ്ങൾ ശാപ്പിട്ട് പോയാലും ആ മനുഷ്യന് അതുവരേക്കുമുള്ള ജീവിതത്തിന്റെ പേരാണ് ബർസഖ് എന്ന് പറയുന്നത്. ഈ ബർസഖിയായ ലോകത്തിനാണ് സാധാരണ നമ്മൾ ഖബർ എന്ന് പറയുന്നത്. ഒരാൾ ഖബറടക്കം ചെയ്യപ്പെട്ടില്ലെങ്കിൽ, ഒരാളെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഖബറാളികൾക്ക് അനുഭവപ്പെടുന്നതൊന്നും അനുഭവപ്പെടൂല എന്ന് നീ മനസ്സിലാക്കണ്ട. ഖബറടക്കിയാലും ഖബറടക്കിയില്ലെങ്കിലും മൗത്തിന് ശേഷം, മരണത്തിന് ശേഷം ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെയുള്ള ജീവിതം, ഈ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. ആ ജീവിതത്തിന്റെ പേരാണ് ബർസഖ്. അത് ഖബറിൽ കിടക്കപ്പെട്ടവർക്ക് മാത്രമല്ല. നോക്കൂ നിങ്ങള്, ഞാൻ സാധാരണ രൂപത്തിൽ പറയട്ടെ. മണിക്കൂറുകളൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാകാതെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കേൾക്കണോ? മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവുണ്ട്. ഈ ആത്മാവ് ഇല്ലാന്ന് ലോകത്താർക്കും വാദമില്ലല്ലോ. ഏത് നിരീശ്വരവാദിയും യുക്തിവാദിയും മതവിശ്വാസിയും അല്ലാത്തവരുമൊക്കെ വിശ്വസിക്കുന്നു ശരീരത്തിൽ ആത്മാവുണ്ട്. ഈ ആത്മാവിനാണ് ഏറ്റവും പവറുള്ളത്. ആത്മാവ് ഉണ്ടെങ്കിലേ ഈ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. ആത്മാവ് ഉണ്ടെങ്കിലേ ഈ ശരീരത്തിന് വിലയുള്ളൂ. ആത്മാവ് ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാ ശരീരത്തിന് ദുഃഖവും വേദനയും അറിയുന്നത്, സങ്കടവും സന്തോഷവും അറിയുന്നത്. അപ്പോഴാ നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടാകുന്നത്, അപ്പോഴാ നമ്മുടെ സൗന്ദര്യത്തിന് സ്ഥാനമുണ്ടാകുന്നത്. ഞാൻ ചോദിക്കുന്നു സഹോദരാ, ഏതൊരു ശരീരത്തിനും ആത്മാവങ്ങി പിരിഞ്ഞാൽ ആ ശരീരം പിന്നെ ആർക്ക് വേണം? ആ ശരീരത്തെ പിന്നെ എന്തിനു കൊള്ളും? അവന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ, സൗന്ദര്യമുണ്ടായതുകൊണ്ടോ, എമ്പാടും ബഹുമാനാദരവുകൾ ഉണ്ടായിരുന്നത് കൊണ്ടോ ആ ശരീരത്തിന് പിന്നെ യാതൊരു സ്ഥാനവും ഇല്ല. എന്തിനേറെ 4 മണിക്കൂർ കഴിഞ്ഞാൽ ഏത് ശരീരവും ദുർഗന്ധം വമിക്കാൻ തുടങ്ങും, തഗയ്യുറാവാൻ തുടങ്ങും, മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് മരിച്ച മയ്യത്തിനെ നിങ്ങൾ കൂടുതൽ താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ മറവ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ കാരണം
ഓർത്ത് നോക്ക്, ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പിന്നെ ശരീരം വികൃതമാവാൻ പോവുകയാണ്. ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് അങ്ങ് പിരിഞ്ഞാൽ, ആത്മാവിനൊരു മലക്കായിരുന്നു ശരീരത്തിലേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് തന്നെ മലക്കുകളാണ് ആത്മാവിനെ പിടിക്കാൻ വരുന്നത്. പക്ഷേ ആത്മാവിനെ ശരീരത്തിലേക്ക് അങ്ങ് കടത്തിവിടുമ്പോൾ ഈ ശരീരത്തിന് ഇതുപോലത്തെ എല്ലുകളോ അവയവങ്ങളോ രൂപങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു കോഴിമുട്ടക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ചെറുതാണ്. ആ ചെറുതായ ഭ്രൂണത്തിലേക്കായിരുന്നു ഈ ആത്മാവിന് ഒരു മലക്കങ്ങ് കട നീളമുള്ള എല്ലുകളുണ്ട്, അതിശക്തമായ എല്ലുകളുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന എല്ലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വളഞ്ഞ എല്ലുകളുണ്ട്, ചങ്ങല പോലെ അടുക്കി വെച്ചിരിക്കുന്ന എല്ലുകളുണ്ട്. നമ്മുടെ തലക്ക് ഈ കഴുത്തിന് മീതെ എത്ര എല്ലുകളുണ്ട് കൂട്ടരെ. നിങ്ങളൊക്കെ പലപ്പോഴും ആട്ടിന്റെയും മറ്റും തലകൾ പൊളിച്ചു നോക്കിയിട്ടില്ലേ? ഏതെല്ലാം തരത്തിലുള്ള എല്ലുകളാ! ആ എല്ലുകൾക്കുള്ളിൽ എത്ര പാടകള്, എത്ര കവറുകളാ! ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഭ്രൂണത്തിൽ നിന്ന് പടച്ചതു തന്നെയാ. ആ ഒരു തുള്ളി ബീജത്തിൽ നിന്ന് പടച്ചതു തന്നെയാ. പിന്നെ നമ്മുടെ ചങ്ങല പോലെയല്ലേ നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ശക്തിയുള്ള 2 എല്ലുകളാണ് നമ്മുടെ തൊടയെല്ലുകള്. അതേ നമ്മുടെ കൈകളിലാണെങ്കിലോ 2 എല്ലുകളാ. ഇങ്ങനെ ഈ എല്ലുകളെല്ലാം അല്ലാഹു തമ്മ ആ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം അത് മാംസം കൊണ്ട് പൊതിഞ്ഞു. ഈ ഭൂമി മുഴുവനും കറങ്ങാൻ, ഈ ഭൂമിയിൽ മുഴുവനും ചുറ്റാൻ മാത്രം വലിപ്പമുള്ള, അതങ്ങ് വലിച്ചു നീട്ടിയാൽ ഈ ഭൂമിയെ മുഴുവനും അനാവരണം ചെയ്യാൻ മാത്രം വലിപ്പമുള്ള സിരകളും പടച്ച റബ്ബ് ഓരോ ശരീരത്തിനും സൃഷ്ടിച്ചു വെച്ചു. 2 കിഡ്നി റബ്ബ് സൃഷ്ടിച്ചു വെച്ചു, ഹാർട്ട് റബ്ബ് സൃഷ്ടിച്ചു വെച്ചു. ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ച് എല്ലാറ്റിലേക്കും ഈ ആത്മാവിനെ പ്രവഹിപ്പിച്ചു. അതിൽ നിന്നെല്ലാമാണ് ആത്മാവിനെ ഇങ്ങ് വലിച്ചെടുക്കുന്നത്. അത് സുബ്ഹാനല്ലാഹ് 500 മലക്കുകളാണ്. 250 മലക്കുകൾ ഇടഭാഗത്തും 250 മലക്കുകൾ വലഭാഗത്തും വന്ന് മനുഷ്യന്റെ കാലിന്റെ വിരലുകളിൽ നിന്ന് പതിയെ പിടിച്ചു തുടങ്ങുകയാ. കാലുകളിൽ നിന്നും കൈകളിൽ നിന്നുമാണ് ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത്. തന്റെ മൂർധാവിൽ നിന്നല്ല. മൂർധാവിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യൻ ഒരിടത്ത് കിടക്കുകയില്ല, ഇരിക്കുകയില്ല. വേദന കൊണ്ട് അവൻ ഓടുമായിരുന്നു, പമ്പരം കറങ്ങും പോലെ കറങ്ങുമായിരുന്നു. മനുഷ്യൻ ശാന്തനായി ഒരിടത്ത് കിടന്നു തരാൻ, അതേ നിശ്ചലമായി കിടക്കാൻ ആദ്യം അവന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ പിടിച്ചു തുടങ്ങുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് നെഞ്ഞുവേദന വരുമ്പോ ഇത് എന്റെ മൗത്തിന്റെ വേദനയാണെന്ന് കരുതി പേടിക്കേണ്ടതില്ല. കാരണം മൗത്തിന്റെ വേദന തുടങ്ങുന്നത് നെഞ്ഞിൽ നിന്നല്ല. മൗത്തിന്റെ വേദന തുടങ്ങുന്നത് കൈവിരലുകളിൽ നിന്നും കാൽവിരലുകളിൽ നിന്നുമാ. സാധാരണ ഒരു മനുഷ്യന് താങ്ങാവുന്ന 40 ടൺ യൂണിറ്റ് വേദനയേക്കാൾ അസഹ്യമായ വേദനയാണ് നിനക്ക് അനുഭവപ്പെടുന്നത്. ആ വേദന ഇങ്ങനെ കൈക്ക് കേറി കേറി നിന്റെ ഷോൾഡറിലെത്തിയാൽ, ആ ഷോൾഡറിൽ നിന്ന് നിന്റെ വേദന നെഞ്ഞത്തേക്ക് ഇറങ്ങിയാൽ
നീ ഉറപ്പിച്ചോ, ഇത് നിന്റെ മൗത്തിന്റെ വേദനയാണ്, നിന്റെ മരണം സംഭവിക്കുകയാ. ഇനി നിനക്ക് തിരുത്താൻ സമയമില്ല, കുംഭസാരത്തിന് സമയമില്ല, മാപ്പ് ചോദിക്കാൻ സമയമില്ല, ഒന്നും പറഞ്ഞു വെക്കാൻ സമയമില്ല. നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു. ഓ സഹോദരാ, അങ്ങനെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് ആത്മാവങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കും. അത് ശക്തമായി മുറുകെ പിടിച്ചാൽ പിന്നെ വിടില്ല. ആ വിടാതിരിക്കുമ്പോഴാ അറ്റാക്ക് ഉണ്ടാകുന്ന രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടർമാര് നെഞ്ഞത്ത് ശക്തമായി പ്രസ് ചെയ്ത് ഇടിക്കുന്നത് കാണാം. ഈ പിടുത്തമൊന്ന് വിട്ടുകിട്ടാനാ, പക്ഷേ വിടൂല. അവിടെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇസ്രായേൽ എന്ന മലക്ക് ഇടപെടുന്നത്. ആ മലക്ക് വന്നിട്ട് ആത്മാവിനെ പതിയെ പിടിക്കുന്നു, പിടിച്ചിട്ട് നിന്റെ ചങ്കിലൂടെ വലിക്കുന്നു. ചങ്കിലൂടെ വലിക്കുന്നത് കൊണ്ടാ മരിക്കുന്ന മനുഷ്യന്റെ വാ തുറന്നു പോകുന്നു, അവന്റെ മൂക്കുകൾ വികസിക്കുന്നു, അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു, അവന്റെ കൈകളോ കുഴഞ്ഞു പോയിട്ടുണ്ട്, കാലുകളോ തളർന്നു പോയിട്ടുണ്ട്, വൃഷ്ണങ്ങൾ മേൽപോട്ട് ഉയർന്നു പോയിട്ടുണ്ട്, നാവ് പരമാവധി പുറത്തേക്ക് തൂങ്ങിയിട്ടുണ്ട്. ഈ ഉള്ളിലൂടെ തന്റെ ആത്മാവിനെ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് കൃത്യമായി ഒരു തേനീച്ചയുടെ വലിപ്പമാ. ആ തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് അതേ അശ്ബഹു ശൈഇൻ ബിസ്ഇബക്കി മെർക്കുറിയോടാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിടിക്കാൻ കിട്ടാത്ത വഴിക്കലിക്കുന്ന ഒരു വസ്തുവാ. അതേപോലെയാണ് ആത്മാവുള്ളത്. ഈ ആത്മാവിനെ മലക്ക് പിടിച്ചിട്ട് മുഅ്മിനീങ്ങൾ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ നിന്ന് പട്ടിന്റെ തൂവാല കൊണ്ടുവന്നിട്ടുണ്ട്, സുഗന്ധം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടു മരിച്ച മയ്യിത്താണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ സൂറത്തുൽ വാഖിയത്തിൽ പടച്ച റബ്ബ് വ്യക്തമായി പറയുന്നു, അൽഖല്ലാ ഇദാ ബലഗത്തിൽ ഹുൽഖുമ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഈ ആത്മാവ് തൊണ്ടൻകുടിയിലെത്തുമ്പോൾ, വേദന കൊണ്ട് മനുഷ്യൻ കിടന്ന് പെടയുമ്പോൾ, ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്ന ബേജാറ്, ആഖിറത്തെ രംഗം കണ്ട ബേജാറ്, ഈ രണ്ട് ബേജാറും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, ഈ മനുഷ്യന്റെ കണ്ണു തള്ളുമ്പോൾ, ആ മനുഷ്യനെ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സമീപത്ത് നിൽക്കുന്ന മക്കൾക്കും ബന്ധുക്കൾക്കും സ്നേഹജനങ്ങൾക്കും എമ്പാടും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നടക്കുന്നില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അവിടെ വരുന്നവരെയും അവിടെ സംഭവിക്കുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ അവനിലേക്ക് അടുത്തു നിൽക്കുന്നത്. ആത്മാവങ്ങ് പിടിച്ചാൽ, മലക്കുകൾ തൂവാലയിൽ കെട്ടിക്കൊണ്ടുപോയാൽ, അപ്പോഴാണ് ഞാനും നിങ്ങളും ചൊല്ലുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്, റബ്ബിന്റെ സൃഷ്ടികളാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കല്ലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. നിങ്ങൾ മറ്റൊരാളെ നിയന്ത്രണത്തിലല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ, നിന്റെ പണം കൊണ്ട് കഴിയുമെങ്കിൽ, നിന്റെ സ്വാധീനം കൊണ്ട് കഴിയുമെങ്കിൽ, എന്തെങ്കിലും ശക്തി നിനക്കുണ്ടെങ്കിൽ, തെർജിഊനഹാ, ഈ ആത്മാവിനെ ഒന്ന് മടക്കി വിളിച്ചുകൂടെ? അല്പസമയത്തേക്കൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ? ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൂടെ? പക്ഷേ ആഖിർ സമാന്റെ മക്കളെ അല്ലാഹ് അന്നും ഇന്നും പറയുന്നു, നടക്കൂല.
ഈ ലോകം മുഴുവനും നിന്റെ കയ്യിലാണെന്ന് സങ്കല്പിച്ചോ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആണെന്ന് സങ്കല്പിച്ചോ, ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവനാണെന്ന് സങ്കല്പിച്ചോ. ഒരു മിനിറ്റ് പോയിട്ട് സെക്കൻഡ് പോയി ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ, മടക്കി വിളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചു വിളിച്ചൂടെ, മടക്കി വിളിച്ചൂടെ, വെയിറ്റ് ചെയ്യിപ്പിച്ചൂടെ? അതാ തന്റെ പ്രിയപ്പെട്ട മകനെ ഒന്ന് കാണാൻ എത്ര ആഗ്രഹമുണ്ട്. നിമിഷം കൊണ്ട് മകൻ ഇവിടെ എത്തിച്ചേരാൻ പോകുന്നു. ആ മകന് സമീപത്തെത്തുന്നത് വരെ ആത്മാവിനെ ഒന്ന് പിടിച്ചു വെച്ചൂടെ? പക്ഷേ സാധ്യമല്ല. ഖുർആനിലുണ്ട്, ആത്മാവിനെ ആ രൂപത്തിൽ പിടിച്ചിട്ട് തൂവാലയിൽ പൊതിഞ്ഞ് മലക്കുകൾ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവുകയോ. റബ്ബിന്റെ അരികിലെത്തിക്കഴിഞ്ഞാൽ ഏത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിന്റെ തിരുസന്നിധിയിലെത്തണമെങ്കിൽ മുഅ്മിനീങ്ങൾ ആത്മാക്കളാവണം. ഒന്നാം ആകാശത്തെത്തുമ്പോൾ തടയപ്പെടുന്നവരുണ്ട്, രണ്ടാം ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്, മൂന്നാം ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ മറ്റു നിർവാഹമില്ല. ഒരു പണ്ഡിതനും ഇതിൽ അഭിപ്രായം പറയാനില്ല, ഒരു ശാസ്ത്രത്തിനും അഭിപ്രായം പറയാനില്ല. മുത്തുനബി പറഞ്ഞത് വിശ്വസിക്കലേ നിർവാഹമുള്ളൂ. തങ്ങള് പറയുന്നു, ഈമാൻ ക്ലിയർ ഇല്ലാത്തവനാണെങ്കിൽ ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ പറ്റി, മുത്തുനബിയെ പറ്റി, മലക്കുകളെ പറ്റി, ആഖിറത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും കൃത്യമായിട്ട് വിശ്വസിക്കാത്തവനാണെങ്കിൽ അവന്റെ ആത്മാവ് മേലോട്ട് കയറൂല. രണ്ടാം ആകാശത്താണെങ്കിലോ നിസ്കാരത്തിൽ കൃത്യമായിട്ട് ചിട്ടയില്ലാത്തവനാ. ആഖിർ സമാനിലെ മക്കളെ, എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, യുവാക്കളെ, സഹോദരങ്ങളെ, വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. മുത്തുനബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആഖിറത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, തങ്ങളെ എമ്പാടും ആദരിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിൽ ക്ലിയർ അല്ല, കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിൽ പലപ്പോഴും ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്. അവരാത്മാവ് രണ്ടാം ആകാശത്തിന്റെ മേൽപോട്ട് കയറില്ല. സക്കാത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മൂന്നാം ആകാശത്ത് കയറില്ല. നാലാം ആകാശത്ത് നോമ്പിൽ വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മേൽപോട്ട് കയറില്ല. ഹജ്ജ് ചെയ്യൽ കടമയായിട്ട് ബാധ്യതയായിട്ട് ഹജ്ജ് ചെയ്യാത്തവനാണോ, തൊട്ടടുത്ത ആകാശത്തേക്ക് അവന്റെ ആത്മാവ് കയറില്ല. ഓരോ ആകാശത്തും പ്രത്യേകം പരിശോധനയും ചെക്കപ്പുമുണ്ട്. അതിന് മലക്കുകളുണ്ട്. അതേ, അങ്ങനെ 7 ആകാശവും കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാൽ റബ്ബിന്റെ മുൻപിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യമേ നോക്കുന്നുള്ളൂ. നിസ്കരിച്ചിരുന്നോന്ന് നോട്ടമില്ല, നോമ്പെടുത്തിരുന്നോന്ന് നോട്ടമില്ല, ഹജ്ജ് ചെയ്തിരുന്നോന്ന് നോട്ടമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് ആത്മാർത്ഥത മാത്രമാ. ഇവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയാ? ഇവൻ നോമ്പെടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ധർമ്മം കൊടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ജിഹാദ് ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ദീനീ പ്രവർത്തനം നടത്തിയത് ആർക്ക് വേണ്ടിയാ? പടച്ച റബ്ബിന് വേണ്ടി മാത്രം ചെയ്തത് റബ്ബ് സ്വീകരിക്കുന്നുള്ളൂ. അത് മാത്രമേ റബ്ബ് നോക്കുന്നുള്ളൂ. അത് മലക്കുകളെ കണ്ണിൽ പെടൂല. നിസ്കരിച്ച
ജനിച്ചിരുന്നോ ഇല്ലേ മലക്കുകൾ രേഖപ്പെടുത്തും. നോമ്പെടുത്തോ ഇല്ലേ മലക്ക് രേഖപ്പെടുത്തും. സക്കാത്ത് കൊടുത്തോ ഇല്ലേ മലക്ക് രേഖപ്പെടുത്തും. പക്ഷേ ആത്മാർത്ഥതയുണ്ടോ? പടച്ച റബ്ബിന്റെ വജ്ഹിന് വേണ്ടിയാണോ? വഅദ് പറഞ്ഞതെന്തിനാ? വഅദ് കേട്ടതെന്തിനാ? വഅദ് സംഘടിപ്പിച്ചതെന്തിനാ? ദീനീ പ്രവർത്തനം നടത്തിയതെന്തിനാ? സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയതെന്തിനാ? പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ എന്നത് പരിശോധിക്കുന്ന ആള് അത് അല്ലാഹു തന്നെയാ. അത് മാത്രം പടച്ച റബ്ബ് നോക്കിയിട്ട് അനുഗ്രഹം കഴിക്കേണ്ടത് അനുഗ്രഹിച്ചിട്ട്, പൊറുക്കേണ്ടതൊക്കെയും പൊറുത്തിട്ട്, മായ്ക്കേണ്ടതൊക്കെയും മായ്ച്ചിട്ട് ഈ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. ഈ ആത്മാവ് ഏതൊരു ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് ആ ശരീരത്തിന്റെ സമീപത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഏത് ശരീരത്തിന്റെയും കഥ ഇതാണ്. മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി നമ്മൾ കാണാറില്ലേ? ആ ഡെഡ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് തന്റെ സമീപത്ത് തന്നെയുണ്ട്. അവിടെ വരുന്നവരെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ വെച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത് വരെ ആത്മാവ് അവിടെ തന്നെ നിൽക്കുന്നു. കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്തും ആത്മാവ് കരയുന്നു. ഇതെല്ലാം മുത്തുനബി പഠിപ്പിച്ചതാണ്.